ഇപ്പൊ ചില ഇൻസ്റ്റാഗ്രാം റീൽസിൽ മ്യൂസിക്കിന്റെ കൂടെ അതിന്റെ ലിറിക്സും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇതുപോലെ ലിറിക്സ് എങ്ങനെ നമുക്ക് നമ്മുടെ റീൽസിലോട്ട് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാ പാട്ടുകൾക്കും ഈ ഒരു ലിറിക്സ് കാണിക്കുന്ന ഫീച്ചർ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. എന്തായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ പറ്റും. ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. അതിനുശേഷം ഇവിടെ മുകളിൽ നിങ്ങൾക്ക് ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീൽ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാലറിയിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും. ഗാലറിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഒരു ഫോട്ടോ മാത്രം സെലക്ട് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇത് റീലായിട്ട് തന്നെ ആയിരിക്കും പോസ്റ്റ് ആവുക. ഇനി നിങ്ങൾക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂസിക് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക്കുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഈ കാണിക്കുന്ന മ്യൂസിക്കുകളിൽ ആ ഒരു ലിറിക്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ല. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. ഇവിടെ ഒരു മ്യൂസിക് ഞാൻ സെർച്ച് ചെയ്യാണ്. ഇപ്പം ഇങ്ങനെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചില മ്യൂസിക്കുകളുടെ സൈഡിലായിട്ട് ഇ എന്ന് എഴുതിയത് കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം അങ്ങനെയുള്ള മ്യൂസിക്കുകളിൽ ആ ഒരു ലിറിക്സ് എഴുതി കാണിക്കുന്ന ഫീച്ചർ ഉണ്ട്. ഞാൻ ജസ്റ്റ് ആ ഒരു മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മ്യൂസിക് ഒള്ളി എന്നുള്ള ഓപ്ഷൻ ഫസ്റ്റ് കാണാൻ പറ്റും. ഇതാണ് നോർമൽ രീതിയിലുള്ളത്. ഇനി ലിറിക്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ലിറിക്സ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു സ്റ്റൈൽ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഞാൻ ഡൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്താൽ ആ ഒരു ലിറിക്സ് അവിടെ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിൽ എത്തുന്നതായിരിക്കും. ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്ഷൻ ആഡ് ചെയ്യാം, ആൾക്കാരെ ടാഗ് ചെയ്യാം, ഓഡിയൻസിനൊക്കെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും അത് കഴിഞ്ഞാൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റ് ഷെയർ ആവുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു റീൽ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇതിൽ മ്യൂസിക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ലിറിക്സും ഇവിടെ വരുന്നുണ്ട്. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നമുക്ക് മ്യൂസിക്കിന്റെ ലിറിക്സും കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.